നമസ്കാരം. പുതുവത്സരാഘോഷത്തിനിടെ സ്വിറ്റ്സർലൻഡിലെ ബാറിൽ നടന്ന തീപിടുത്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട യുവാവ്. തീപിടുത്തത്തിനിടയിൽ കയ്യിൽ ഒരു കുരിശും പിടിച്ച് പ്രാർത്ഥനയോടെയിരുന്ന യുവാവ് പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. അഗ്നിബാധയുടെ തീവ്രത കണ്ട ദൃക്സാക്ഷികൾ പോലും സംഭവത്തെ അത്ഭുതമെന്നാണ് വിശേഷിപ്പിച്ചത്. തീ ആളിപ്പടരുകയും പുറത്തേക്കുള്ള വഴികൾ അടയുകയും ചെയ്തതിനാൽ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചിരുന്നില്ലെന്ന് ദൃക്സാക്ഷി ലെറ്റീഷ്യ പ്ലേസ് പറഞ്ഞു. പുറത്തേക്ക് പോകാൻ വഴിയില്ലാതെ അയാൾ കെട്ടിടത്തിനുള്ളിൽ കുരിശുരൂപം പിടിച്ചിരുന്നു. സമീപത്ത് തീ ആളിപ്പടർന്നുകൊണ്ടിരുന്നു. ചുറ്റും തീജ്വാലകൾ ഉണ്ടായിരുന്നു. പക്ഷേ അയാൾ ഇരിക്കുന്ന സ്ഥലത്ത് തീ എത്തിയില്ല എന്ന് അവർ പറഞ്ഞു. എന്നെ രക്ഷിച്ചതിന് കർത്താവിനോട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാണാതായ എൻ്റെ സുഹൃത്തുക്കളെ രക്ഷിക്കാൻ ഞാൻ അവനോട് പ്രാർത്ഥിക്കുന്നു, ലെറ്റീഷ്യ കൂട്ടിച്ചേർത്തു. കൂടുതൽ ആളുകളെ നഷ്ടപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എനിക്ക് ഇതിനകം തന്നെ നിരവധി പേരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങളിപ്പോഴും ബാക്കിയുള്ളവർക്ക് വേണ്ടി തിരയുകയാണ്. ഞാൻ വല്ലാതെ ഭയന്നു പോയിരുന്നുവെന്നും എൻ്റെ സുഹൃത്തുക്കൾ ആശുപത്രിയിലുണ്ടെന്നും എനിക്ക് എല്ലായിടത്തും സുഹൃത്തുക്കളുണ്ടെന്നും അവർ പറഞ്ഞു. തീപിടുത്തത്തിൽ കുറഞ്ഞത് 47 പേർ മരിക്കുകയും 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമാണ് സ്വിറ്റ്സർലൻഡിലെ ഹൈയൻ ആൽപൈൻ റിസോർട്ട് പട്ടണമായ ക്രാൻസ് മൊണ്ടാനയിലെ സ്വിസ്കി റിസോർട്ടിൽ പ്രവർത്തിക്കുന്ന ബാറിൽ തീപിടുത്തമുണ്ടായത്. പ്രാദേശിക സമയം പുലർച്ചെ 1:30യോടെയായിരുന്നു അപകടമുണ്ടായത്. താഴത്തെ നിലയുള്ള ബാറിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വീതി കുറഞ്ഞ ഒരു മരഗോവണി മാത്രമാണ് ഉണ്ടായിരുന്നത്. തീ പടർന്നതോടെ പരിഭ്രാന്തരായ 200ഓളം ആളുകൾ ഒരേ സമയം ഈ ഗോവണിയിലേക്ക് ഇരച്ചു കയറിയത് വലിയ തിക്കിന് കാരണമായിരുന്നു. ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമായതോടെ അടിയന്തര സേവനങ്ങൾ പിന്നീട് സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. തീ ഇത്ര വേഗത്തിൽ പടർന്നത് എങ്ങനെയെന്നും ഇത്രയധികം ആളുകൾക്ക് രക്ഷപ്പെടാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. സാധാരണയായി ഒരു ഇടുങ്ങിയ ഗോവണി മാത്രമുള്ള ബേസ്മെന്റ് ദുരന്തം സംഭവിക്കാൻ കാരണമായിരുന്നു എന്ന് അന്വേഷിക്കുകയാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ആളുകൾ ഈ ഗോവണിയിലേക്ക് ഇരച്ചു കയറിയത് വലിയ തിക്കിനും കാരണമായി. ഇതാണ് മരണസംഖ്യ ഉയരാൻ പ്രധാന കാരണമായതെന്നുമാണ് പ്രാഥമിക നിഗമനം. ബേസ്മെന്റിനുള്ളിലെ മര ഫർണിച്ചറുകൾ, ചുമരിലെ തടി പാനലിംഗ്, സീലിംഗിലെ ഫോം സ്റ്റൈൽ ഇൻസുലേഷൻ വസ്തുക്കൾ എന്നിവ തീ പടരാൻ കാരണമായോ എന്നും പരിശോധിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഒരു വനിതാ വെയിറ്റർ സഹപ്രവർത്തകന്റെ തോളിലേറി ഷാമ്പയിൻ കുപ്പികൾക്ക് മുകളിൽ സ്പാർക്ലറുകൾ കത്തിച്ചു വെച്ച് നൃത്തം ചെയ്തിരുന്നു. ഈ സമയത്ത് കുപ്പിയിലെ സ്പാർക്ലറുകൾ സീലിംഗിനെ തൊട്ടടുത്തെത്തുകയും അതിൽ നിന്നുള്ള തീപ്പൊരികൾ ശബ്ദ നിയന്ത്രണത്തിനായി പതിപ്പിച്ചിരുന്ന സൗണ്ട് പ്രൂഫിംഗ് ഫോമിലേക്ക് ആളിപ്പടരുകയുമായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയിരുന്നത്. പുറത്തു വന്ന ദൃശ്യങ്ങൾ ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതുമാണ്. പരിക്കേറ്റവരിൽ ചിലർക്ക് ഗുരുതരമായി പൊള്ളലേറ്റതായും ചിലരുടെ മുഖങ്ങൾ പൂർണ്ണമായും വികൃതമായതായും മുടി കരിഞ്ഞുപോയതായും ദൃക്സാക്ഷിയായ ജിയാനി സ്വിസ് മാധ്യമമായ 20 മിനിറ്റിനോട് പറഞ്ഞു. തീപിടുത്തത്തിൽ പലരുടെയും വസ്ത്രങ്ങൾ ചർമ്മത്തിൽ ഒട്ടിപ്പിടിച്ചതായി അദ്ദേഹം പറഞ്ഞു. ഈ ക്ലബിന് മുൻപ് 10-ൽ 6.5 സുരക്ഷാ റേറ്റിംഗ് മാത്രമാണ് ലഭിച്ചിരുന്നുണ്ടായിരുന്നത്. തീ വേഗത്തിൽ എങ്ങനെ പടർന്നു എന്ന് അന്വേഷകർ പരിശോധിക്കുമ്പോൾ ഈ വിവരങ്ങളും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട്. ക്ലബിന് റിവ്യൂ നൽകിയ റിവ്യൂ വെബ്സൈറ്റായ വിരയിലെ ലിസ്റ്റിംഗിൽ ക്ലബിന് ആശങ്കയുണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏകദേശം ഒരു പതിറ്റാണ്ടായി ഇവിടെ താഴ്വരയിൽ താമസിക്കുന്ന 49-40 വയസ്സുള്ള ഫ്രഞ്ച് ദമ്പതികളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ബാർ എന്ന് അന്വേഷണവുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഫ്രഞ്ച് ബ്രോഡ്കാസ്റ്റർ BFM TV റിപ്പോർട്ട് ചെയ്യുന്നു. തീപിടുത്തം ഉണ്ടായപ്പോൾ ദമ്പതികളിൽ ഒരാൾ ബാറിനുള്ളിലും മറ്റൊരാൾ അവരുടെ മറ്റൊരു സ്ഥാപനത്തിലുമായിരുന്നു. അപകടത്തിൽ ഭാര്യയ്ക്കാണ് പൊള്ളലേറ്റിരിക്കുന്നത്. ഇരുവരും ഞെട്ടിപ്പിക്കുന്ന സംഭവമെന്നാണ് ദുരന്തത്തെ വിശേഷിപ്പിച്ചത്. ദുരന്ത സമയത്ത് ഇവിടെ 300ഓളം പേരെ ഇവിടെ താമസിപ്പിക്കാൻ ലൈസൻസുമുണ്ട്. ബാറിലുണ്ടായ തീപിടുത്തത്തിൽ 16 ഇറ്റാലിയൻ പൗരന്മാരെ കാണാതായതായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിരവധി ഇറ്റാലിയൻ പൗരന്മാർ ഗുരുതരമായി പൊള്ളലേറ്റ നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. തീപിടുത്തത്തിന്റെ ആദ്യ ഇര 17 വയസ്സുള്ള ഒരു ഇറ്റാലിയൻ ഗോൾഫ് പ്രതിഭയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി.